പ്രണയം മധുരം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ 25ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് മലയാളിയുടെ ഹൃദയത്തിൻ്റെ സംഗീതത്തിലേക്ക് ആ തന്തികളിൽ വിരൽ തൊട്ട ഒരു പ്രതിഭ, നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു അസാമാന്യ പ്രതിഭ, ശ്രീ രവീന്ദ്ര മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ശോഭ രവീന്ദ്രൻ. നമ്മളെല്ലാം വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം മാഷിൻ്റെ സ്ഥലമല്ലേ, കുളത്തൂപ്പുഴ ജന്മസ്ഥലമാണ്. എങ്ങനെയാണ് മാഷിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതും ജീവിതത്തിലേക്ക് വരുന്നത്? മാഷിൻ്റെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു ഇതാണ്. മാഷിൻ്റെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ. ശരിക്കും മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1973 വെച്ചാൽ മാഷിൻ്റെ അച്ഛൻ മരിച്ച സമയമാണ്. മരിച്ച സമയത്ത് വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ കൂടെ ഇപ്പോൾ നമുക്ക് കാണാം. അത് വീട് ഇവിടെ തന്നെയാണ്. ഇത് അവിടെ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് മാഷിനെ. വന്നിട്ട് 73-ലാണത്. അപ്പോൾ മാഷ ആ ഒരു ശരിക്കും ഞങ്ങൾ അയൽക്കാരാണ്. എങ്കിലും ഞാൻ മാഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയും വർഷങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും അറിയാം. വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരുമായിട്ട് ഞങ്ങൾ വാസ്തവത്തിൽ ഒരേ കുടുംബമായിട്ട് ജീവിച്ചവരാണ്. മാഷിനെ മാത്രമേ എനിക്കറിയില്ല. പക്ഷേ മാഷ് പഠിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അങ്ങ് മദ്രാസിൽ പോയി. തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് അങ്ങനെ മദ്രാസിൽ പോയി. അപ്പോൾ ഈ വീട്ടിലെ എല്ലാവരും മദ്രാസിലെ മാമനെ കുറിച്ച് പറയും. ചെറിയ പെങ്ങളുടെ മകളൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുന്നില്ലേ, ഈ മദ്രാസിലെ മാമനെ കുറിച്ച് കേട്ടുള്ളൊരു അറിവ് മാത്രമാണ് അന്ന്. അങ്ങനെ കേട്ട് പറയുമല്ലോ, നമ്മൾ ആളിനെ കാണാതെ തന്നെ ഇച്ചിരി കാണാനുള്ളൊരു മോഹം മനസ്സിൽ വളർന്നു. അങ്ങനെ പക്ഷേ കാണാൻ കിട്ടിയൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. മാഷിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് നാട്ടിൽ വന്നപ്പം നമ്മൾ അവിടുത്തെ ഒരു മെമ്പറായത് നമ്മളവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു, അന്ന് നമുക്ക് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അന്നപ്പോൾ കാണുന്ന സമയത്ത് ആ ഒരു അത്ഭുത ജീവിയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ മാഷ ഒരു 16 ദിവസം അച്ഛൻ മരിച്ചതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ അടുക്കാനും അതൊരു ഇവിടം വരയ്ക്ക് എത്താനും ഉള്ളൊരു സന്ദർഭം ഉണ്ടാക്കി വരുന്നത്. 74 ഒരു വർഷം 1974 ഏപ്രിലായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു സാഹസികമായിട്ടുള്ളൊരു വിവാഹമൊക്കെ വളരെ ഇതായിരുന്നു. എന്നുവെച്ചാൽ 2 വീട്ടുകാരും നല്ല എതിർപ്പിലായിരുന്നു. രവിയുടെ വീട്ടിൽ അത്രയും നാൾ ഞാൻ അവിടുത്തെ ഒരു കുട്ടിയായിരുന്നു. മകളായിട്ട് സ്വീകരിച്ചവർക്ക് എന്നെ മരുമകളായിട്ട് സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല. അതേപോലെ എൻ്റെ അമ്മയ്ക്കെന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ രവിയേട്ടന് തൊട്ടടുത്ത വീടാണെങ്കിലും ആളിനെ കുറിച്ചിട്ടൊരു സിനിമാക്കാരെ കുറിച്ചിട്ടുള്ളൊരു ഉണ്ടല്ലോ, തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ആ രീതിയിൽ എന്താ ഇതൊന്നും അറിയില്ല. പ്രത്യേകിച്ച് അന്നത്തെ 40 വർഷം മുമ്പുള്ള കാലമല്ലേ. അപ്പോൾ വന്നിട്ട് എന്താണ് ഉദ്ദേശം എന്നുള്ള അറിയില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ആ രീതിയിലുള്ള എതിർപ്പ് അമ്മയ്ക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ ഒരേ മോളാണ് അമ്മയ്ക്ക്. അപ്പോൾ വന്നിട്ട് ശരി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഒരു വർഷം ഞങ്ങളിങ്ങനെ
കത്തുകളിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ. അന്ന് ഞാൻ ശരിക്കും പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്താണ് കണ്ടത്. സെക്കൻഡ് ഇയറിൽ കല്യാണം. അപ്പോൾ ആ 1 ഇയർ മുഴുവനും ഞങ്ങൾ ലെറ്ററിലൂടെയാണ്. പ്രണയഹംസങ്ങൾ മൊത്തം ലെറ്ററിലാണ്. അത് കോളേജ് അഡ്രസ്സിലേക്ക് ലെറ്റർ അയക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഇതൊന്നും നാട്ടിലാരും അറിയാതെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ കണ്ടിന്യൂഷൻ അറിയാതെ പോയിക്കൊണ്ടിരുന്നു. അവസാനം എല്ലാം അറിഞ്ഞപ്പം ശരിക്കും 2 വീട്ടുകാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചന്ദ്രഹാസങ്ങളൊക്കെ ഇട്ട് വന്നു. ഒരു വീട്ടിലൊക്കെ വളരെ വളരെ കൂടുതൽ പ്രശ്നമായിരുന്നു. വളരെ പ്രശ്നം. പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ രജിസ്റ്റർമാർ ചെയ്തേ ഉള്ളൂ. വിവാഹമായിട്ടൊന്നും നടത്തിയില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്ത് വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ദേവേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട്. പിന്നെ അവിടെ ഒരു അടുത്തൊരു അമ്പലമുണ്ട്, ഒരു അയ്യപ്പൻ്റെ ഇതൊരു അമ്പലമുണ്ട്. അവിടെ വെച്ചിട്ട് പോയിട്ട് മാലയിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം. കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ മുഖങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം. ഈ നാട്ടിൽ വന്നിട്ടല്ലേ ചേച്ചി എല്ലാവരും നിമിത്തം പോലെ 25ാമത്തെ എപ്പിസോഡിൽ ചേച്ചി അല്ല എനിക്ക് വളരെ വളരെ ഒരു ഇതുണ്ട് വെച്ചാൽ ശ്രുതി എന്നെ പലതവണയായിട്ട് വിളിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ശ്രുതി മദ്രാസിൽ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊല്ലത്ത് വന്നപ്പോൾ വിളിച്ചു, അപ്പോഴും വരാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ കുളത്തൂപ്പുഴ തന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ അനുഭവം പങ്കിടാനായിട്ടുള്ള ഒരു സാധിച്ചത് വളരെ ഒരു അത്ഭുതമായിട്ട് യാദൃശ്യം തന്നെ പറയാം. ശരിക്കും പറഞ്ഞിട്ട് നിമിത്തം വളരെ സന്തോഷം. അതൊരു മാഷിന്റെ ഓർമ്മകളാണല്ലോ നമുക്ക് ഇവിടെ മുഴുവനും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാഷാണല്ലോ. ഞാൻ ഞങ്ങളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കണ്ടായിരുന്നു. ഇരിക്കുമായിരിക്കും ചിലപ്പോൾ ഒക്കെ അന്നൊക്കെ. എന്നുവെച്ചാൽ മാഷി ഇടയ്ക്ക് വരും, നാട്ടിൽ വരും. അപ്പോൾ വന്നിട്ട് നമ്മൾ വീട്ടിലറിയാതെ കാണണമല്ലോ. ആ സ്ഥലമൊക്കെയാണ് ഇതൊക്കെ. അത് ഞാൻ പറഞ്ഞില്ല, ഈ മരങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, കുറേ മരങ്ങൾ ഇങ്ങനെ അട്ടിയടിക്ക് വെച്ചിരിക്കും. ആരും കാണില്ല ഇരുന്ന് കഴിഞ്ഞ്. അങ്ങനെയാണ് ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ട്. ഇതൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ പറ്റിയൊരു അന്ന് പാർക്ക് നമ്മുടെ ഇതേ ഇരുന്ന് ശരി നല്ല ഒരു. അതുകൊണ്ട് ശരി ആ ഓർമ്മകൾ ശരിക്കും വരുന്ന ഒരു സ്ഥലമാണ് അവിടെയൊക്കെ. നമുക്ക് അതൊക്കെ ഒരു എന്താ നിമിത്തം തന്നെ പറയാം. ആയിഷ പോയിട്ടിപ്പം 8 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് മടങ്ങി വരാൻ ഒരു സന്ദർഭം. ചേച്ചി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മരിക്കാത്ത പ്രണയം. ഈ പ്രണയിച്ച് പോകാൻ കഴിച്ചവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഇപ്പോൾ പോരല്ലാതെ പ്രണയം എന്നുള്ളൊരു വികാരം ജീവിതത്തിൽ ഇപ്പൊ പ്രകൃതിയോടും എല്ലാത്തിനോടും നമ്മൾ കലാകാരം പറയുന്നത് ശരിക്കും നമ്മളൊരു വ്യക്തിയെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുമ്പോൾ ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ ഈ പ്രണയം എങ്ങനെ ആയിരിക്കണമെന്നാണ്? പ്രണയത്തിന് മരണമില്ല എന്ന് പറയും. നിങ്ങളുടെ ഇത് തന്നെ അതാണല്ലോ, മരിക്കാത്ത പ്രണയമാണ്. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള പ്രണയത്തിന് ഒരിക്കലും മരണമില്ല. ഈ പ്രണയം വന്നിട്ട് ഒരു ആണും പെണ്ണും മാത്രം ഉള്ളതും പ്രണയമല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് പ്രകൃതിയോട് ഉള്ളതും പ്രണയമാണ്, ദൈവത്തിനോടുള്ളതും പ്രണയമാണ്, എല്ലാം നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും പ്രണയത്തിന് മരണമില്ല. പിന്നെ ഒരു വ്യക്തിയുടെ എന്നുള്ളത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് മാറും. അത് പല രീതിയിലുള്ള ഒരു ഒന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സാഹചര്യത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടിൻ്റെ ആ പ്രായത്തിനനുസരിച്ചുള്ള പ്രണയത്തിന് മാറ്റം വരില്ല. നമ്മുടെ ആ ചെറുപ്പകാലത്തുള്ള പ്രണയമല്ല നമുക്ക് ഇന്ന് തോന്നുന്നത്. ഇന്ന് നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയോട് തന്നെ നമുക്കിപ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യതയില്ല അല്ലേ? ചെറുപ്പത്തിൽ ആ പ്രായത്തിൻ്റെതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു 16 വയസ്സ് 17 വയസ്സ് പറയുന്ന സമയത്ത് നമുക്കൊരു അപക്വമായ മനസ്സാണ്. ആ നേരത്ത് നമ്മൾ ഒരാളിനെ പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. നമ്മൾ അവരുടെ ബാക്കിയൊന്നും നമ്മളതിനെ ചിന്തിക്കാറില്ല. നമ്മളവർ നോക്കുന്നത് അന്നും ഇന്നും എല്ലാ കാലത്തും ഇതിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് നമ്മളതിനെപ്പറ്റി ഒരു ചിന്തിച്ച് നോക്കില്ലല്ലോ. അപ്പോഴത്തെ ഒരു അട്രാക്ഷനാണത്. പക്ഷേ ഇത് പറയില്ലേ, രവീന്ദ്ര മാഷ് എന്നുള്ള സംഗീതജ്ഞൻ, അത് പ്രണയം നമുക്കിങ്ങനെ വാരിക്കോരി പാട്ടോട് തന്നിട്ടുണ്ട്. ജീവിതത്തിലെ പ്രണയത്തിൽ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നല്ലൊരു പ്രണയിതാവായിരുന്നു. അവസാനം വരേക്കും എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്നേഹം ശരിക്കും ഒന്ന് മരിക്കാത്ത പ്രണയം. 31 വർഷമാണ് ഞങ്ങൾ ജീവിച്ചത്. 31ാമത്തെ വർഷവും മാഷിന് അതേ പ്രണയം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. മാഷിൻ്റെ പാട്ടിലുള്ള പറയുന്നത് പോലെ തന്നെ ഭാര്യയോട് അത്രത്തോളം എന്നെ ഇന്ന് കണ്ട് രവിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് അവസാനം വരിക്കും. അത് വളരെ വലിയ ഭാഗ്യമാണ്. ഇന്ന് ഭഗവാന്റെ ഒരു നിറഞ്ഞ അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് പലതും സംഭവിക്കാമല്ലോ, ഫ്യൂച്ചറിൽ പലതും സംഭവിക്കാം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇങ്ങനെ നാട്ടിൻപുറമല്ലേ, ഇപ്പോൾ പലതും പറയും ഇത് 1 വർഷമേ നിലയ്ക്കുള്ളൂ, 1 വർഷമേ ഉള്ളൂ, ഒരു കുട്ടിയാകുമ്പോഴുള്ളൂ, ഇങ്ങനെ പലതും പറയായിരുന്നു. പക്ഷേ ഈശ്വരൻ അന്നൊന്നും നമ്മളെ ഒരിക്കലും കൈവിട്ടില്ല. എന്നിട്ട് അവസാന നിമിഷം വരിക്കും രവിയുടെ മനസ്സിലെ പ്രണയം ഉണ്ടായിരുന്നു. എന്നെ അതേപോലെ സ്നേഹിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. പക്ഷെ ഞങ്ങൾ ജീവിച്ച കാലം വരയ്ക്കും ശരി ഞങ്ങൾ വളരെ അന്യോന്യമായിട്ട് സ്നേഹിച്ച് ജീവിച്ചു. ആ ഒരു
നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു തൃപ്തി, ജീവിതത്തിലൊരു തൃപ്തി എന്ന് പറയില്ലേ, നമുക്ക് ആ ഒരു ഇതില്ല. അതുകൊണ്ടത് ഒരു പൂർണ്ണതയുണ്ട് ആ ലൈഫിന്. ജീവിതം ഇപ്പോൾ ആ ഒരു ബാലൻസ് ഇല്ലാത്ത കാരണം ഇപ്പം നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു മറ്റൊരു ഇതിലേക്ക്. നമുക്ക് ഈ അതൃപ്തി അവിടുന്ന് ബാലൻസ് ഇല്ല, നമുക്ക് ജീവിതത്തിൻ്റെ ബാലൻസ് തോന്നുന്നില്ല. 16-ാമത്തെ വയസ്സിലാണ് ഞാൻ വീടിനെ ആദ്യമായിട്ട് കാണുന്നത്. 17-ാമത്തെ വയസ്സ് ഞങ്ങളുടെ കല്യാണം. 48-ാമത്തെ വയസ്സിൽ ആൾ പോയി. ശരി, ഇത്ര ഒരു കാലയളവ് എത്രയോ പേർക്ക് വളരെ കുറഞ്ഞ കാലയളവ് കൊടുക്കുന്നു. അതുവരെയ്ക്ക് ശരി ഇത്രയും തന്നല്ലോ ഭഗവാൻ എന്നുള്ള ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാലും എത്രയോ നന്മകൾ നമ്മൾ ഒരിക്കലും ഭഗവാനോട് പറയുന്നില്ല. എന്തിനെനിക്ക് ഇത്രയും നന്മകൾ തന്നൊന്നും ആരും ചോദിക്കുന്നില്ല. ഒരു ചോദ്യം വരുന്നേ ഇല്ല. എത്രയും അനുഭവിക്കും, സമ്പത്താണെങ്കിലും ശരി മറ്റെല്ലാ സന്തോഷങ്ങളും തരുമ്പോൾ നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല ഇത്രയും സന്തോഷം എനിക്ക് എന്തിനു തന്ന ഭഗവാനെന്ന് ആരും ചോദിക്കും. പക്ഷെ ഒരു ദുഃഖം തരുമ്പോൾ എല്ലാവരും പൊട്ടിത്തെറിക്കും, എന്തിനു ഭഗവാനെ എനിക്കിങ്ങനെ ഒന്ന് തന്നു എന്ന്. സ്വാഭാവികം. എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ ഞാൻ അത് തന്നെ ചോദിച്ചത്. ഭഗവാന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു, എല്ലാം വെച്ച് ബഹളം വെച്ചു, അമ്പലത്തിൽ പോകാതിരുന്നു ഒക്കെ ചെയ്തു. പക്ഷേ തിരിച്ചറിവ് വന്നപ്പോൾ മനസ്സിലായി ഭഗവാൻ എത്രയോ കാരുണ്യം നമ്മൾ കാണിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന് പോകേണ്ട സമയം വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു. കാലനിയോഗം അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കുറേ 1-2 വർഷം എടുത്തു. ഈ കൂടിച്ചേരലും പിരിയലും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ രണ്ടും ഇപ്പം എൻ്റെ ജീവിതത്തിൽ രവേട്ടൻ വന്നു ചേർന്ന യാദൃച്ഛികം. ഞങ്ങൾ അയൽക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, രവേട്ടനെ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. യാദൃച്ഛികമായിട്ടുണ്ടായിട്ട് സംഭവങ്ങളാണില്ല. അതേപോലെ യാദൃച്ഛികമായിട്ട് പിരിഞ്ഞു പോയി. അപ്പം നമ്മളിനി അത് രണ്ടും കാലത്തിന് നിയോഗവും നമ്മൾ ഈശ്വര നിശ്ചയം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആ ചുഴിയിലകപ്പെട്ട് നമ്മൾ പോകുമെന്ന് വെച്ചാൽ ജനിച്ചത് എല്ലാവരും ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കാണല്ലോ ജനിച്ചത്, ഇടയിൽ പോകേണ്ടത് ഒറ്റയ്ക്ക് തന്നെയാണല്ലേ. അപ്പോൾ പിന്നെ ശരി ഭഗവാൻ തന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഇപ്പം ഭഗവാൻ തരുന്നത് അനുഭവിക്കുക എന്ന് വെച്ചാൽ രണ്ട് ഭഗവാനല്ലേ തരുന്നത് നമുക്ക്, ഈശ്വരനല്ലേ തരുന്നത് നമുക്ക്. സ്വതം ഞാൻ പറയാം, എനിക്ക് ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവേട്ടൻ ഭയങ്കര ഒരു കുടുംബം. രവേട്ടന് വേറെ ലോകമേ ഇല്ല. രവേട്ടന് സംഗീതം, കുടുംബം, ഈ രണ്ടല്ലാതെ രവേട്ടന് വേറെ ലോകം ഇല്ല രവേട്ടന്. ലാസ്റ്റ് വരിക്കും രവേട്ടന് പുറത്തൊന്നും പോവുകയില്ല, പ്രോഗ്രാമിനൊന്നും പോവുകയില്ല, ഇഷ്ടമില്ല രവേട്ടന്. വീട് വിട്ട് പിരിഞ്ഞ് പോകുന്ന കാര്യം ഇഷ്ടമില്ല. എന്തിന് എത്രയോ നാട്ടിൽ വെച്ചിട്ട് കമ്പോസിങ് ഇതുകൂടെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, വീടിൽ നിന്ന് വിട്ടും വരാൻ പറ്റത്തുണ്ട്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, വളരെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു, അത് ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും വളരെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു സൗഭാഗ്യമല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഏതെല്ലാം രീതിയിലാണ് അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരി, ഇതൊക്കെ ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. ഇതൊക്കെ ഭഗവാൻ തന്ന അനുഗ്രഹം. രവേട്ടനെ കാണാൻ കിട്ടിയതും അത്രയും വർഷങ്ങൾ ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ രവേട്ടൻ പോയതിനു ശേഷം രവേട്ടൻ്റെ കറവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം സുധി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രവേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ശോഭയായിരുന്നെങ്കിൽ വരില്ലായിരുന്നല്ലോ. അപ്പോൾ അതും മരിച്ചതിന് ശേഷവും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രവേട്ടൻ്റെ രവീന്ദ്രൻ മാഷ് എന്നുള്ള ഒരു പേരിലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അത് അന്ന് അങ്ങനെ ഭഗവാൻ തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രവേട്ടനെ ഉള്ളതിനേക്കായി ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഞാൻ പണ്ട് രവേട്ടൻ്റെ വെറും നിഴലായിരുന്നു, ഞാൻ എങ്ങും പോകാറില്ലായിരുന്നു, എങ്ങും പോയില്ല. രവേട്ടൻ ഇൻ്റർവ്യൂവിൽ പോലും ഞാനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നിൽക്കുകയില്ല, ഞാൻ എനിക്കൊന്നും പോയില്ല. ഇപ്പോൾ രവേട്ടന് ശേഷമാണ്, ഇപ്പോൾ രവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് രവേട്ടനെ പറ്റി ചോദിക്കുന്നവർക്ക് നമ്മളിങ്ങനെ പുറത്ത് വന്ന് പറയാനും സംസാരിക്കാനും തുടങ്ങിയത്. അപ്പോൾ അത് ആൾക്കാർ നമ്മളെ കാണുന്നതും രവേട്ടൻ അതേ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മളെ കാണുന്നത്. രവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് രവേട്ടൻ അതേ സ്ഥാനവും ആ ഒരു ബഹുമാനവും നമ്മൾക്ക് തരുന്നു. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയല്ലേ. ആളില്ല, പക്ഷെ ആളില്ലെന്ന് നമുക്ക് ആ ഫീലുണ്ട് നമ്മുടെ കൂടെ. മാഷ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ മാഷിനെ പറ്റി സംസാരിക്കുന്നത്. മാഷിൻ്റെ ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മനസ്സിനെ പക്വപ്പെടുത്തി എന്ന് വെച്ചാൽ ആ ഒരിത്. പിന്നെ ഓർമ്മകൾ നമ്മൾ മരിക്കുന്നവർക്ക് ഉണ്ടാവും, അത് വരും തീർച്ചയായിട്ടും, പല സന്ദർഭങ്ങളിലും വരും. എന്നുവെച്ചാൽ നമുക്ക് മാഷിനെ പറ്റി ഒരു തവണ പോലും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മാഷിൻ്റെ പാട്ടോ ഇല്ല മാഷിനെ പറ്റി ആരെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോലും മാഷിനെ ഓർക്കാതെ നമുക്കിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില നേരം സെൻറ്റിമെൻ്റ് ആകും നമ്മൾ. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഞാനൊരു ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞത് കാരണം എനിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും. ഞാൻ അതിലേക്ക് മുഴുകി പോകാറില്ല. എന്നുവെച്ചാൽ അത് ഓർമ്മ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു തന്നെ എനിക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു ബോധം മനസ്സിലുള്ളത് കാരണം പെട്ടെന്ന് ഞാൻ അതിലേക്ക് തിരിച്ചു വരും. പാട്ടുകളിലെ മാഷിൻ്റെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കമ്പോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു നല്ല, ഇപ്പം നമ്മുടെ വിഷയം ഏതാണ്ട് റൊമാൻറ്റിക് സിറ്റുവേഷനുള്ള എത്രയോ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി കാണിക്കുകയൊക്കെ ചെയ്യും കമ്പോസ് ചെയ്തിട്ട് പാടി കേൾപ്പിച്ച് എങ്ങനെയാണെന്നൊക്കെ? തീർച്ചയായിട്ടും അതാണല്ലോ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കേൾക്കുന്ന ആളാണെന്നുള്ള തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവും. അതായത് എനിക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ, അത് ഞാൻ പറയും. എനിക്ക് സംഗീതമായിട്ട് എൻ്റെ കുടുംബപരമായിട്ട് എനിക്ക് സംഗീതമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഭഗവാൻ എനിക്ക് സംഗീതക്കാരനെയാണ് തന്നത് ഭർത്താവായിട്ട്. ദൈവത്തോട് ചേർന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പക്ഷേ പാട്ടുകൾ ആസ്വദിക്കാൻ പണ്ട് തൊട്ടേ ശരി പാട്ടുകൾ ആസ്വദിക്കും.
അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ രവീന്ദ്രൻ മാഷിനെ പോലുള്ള ഒരാളിൻ്റെ കൂടെ വന്നു വെച്ചിട്ട് ഫസ്റ്റ് പാട്ടിലിരുന്നു കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ട്യൂൺ കിട്ടുന്ന സമയത്ത് മൂളി കേൾപ്പിക്കുന്നത് തന്നെയായിരിക്കും. എന്താ പറയുന്നത്, സാധാരണ ഭാഗ്യമില്ല, അത് ഏതോ ജന്മങ്ങളിൽ ചെയ്ത സൗഭാഗ്യം, സുഹൃതം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ആ ഏത് പാട്ടും ഞാൻ ശരിക്കും പറയാമല്ലോ, ശരിക്കും ഒരു അഹങ്കാരത്തോട് കൊണ്ടിട്ട് പറയാം, ഏത് പാട്ടും ഞാൻ കേട്ടിച്ചിട്ട് നിങ്ങളെ കേട്ടോ. ഞാൻ ഏതൊന്നും ചോദിക്കുന്നില്ല, വീട്ടിലാണെങ്കിലും നേരെ കേൾപ്പിക്കും, വേറെ എവിടെയാണെങ്കിലും ഫോണിൽ കൂടെ കമ്പോസ് ചെയ്ത ഉടനെ അപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ ലിറിക് കിട്ടണമെങ്കിൽ ലിറിക് കൂടെ കേൾപ്പിക്കും, അല്ലെങ്കിൽ ട്യൂൺ കേൾപ്പിക്കും. അപ്പം നമ്മുടെ അഭിപ്രായം, എനിക്ക് പാട്ട് അറിയില്ല എന്നൊന്നും രവിട്ട് ഒരിക്കലും കണക്കാക്കില്ല. നമ്മുടെ അഭിപ്രായം വളരെ കൂടുതൽ വില വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനെ അറിയില്ല, നമുക്കിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു ചായയോ അല്ലെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ഇത്ര ശരിയായില്ല, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ പറയും രവിട്ട് ഇവിടെ ഇതിങ്ങനെ ആയില്ല, ഇവിടെ കുറച്ചുകൂടി ഇതായിരുന്നു. രവിട്ടത് എടുക്കും, ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, രവിട്ടത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കും, അത് എടുത്തിട്ട് ഇപ്പം ശരിയായിരുന്നു. വീട്ടിൽ കമ്പോസിങ് കിടക്കുമ്പോൾ നല്ല രസമാണ്. ഡയറക്ടർ ഇവരൊക്കെ ഒന്ന് എടുക്കും, അപ്പോൾ രവിട്ട് അവിടെ തന്നെ വിളിക്കും, ശോഭ നിൽക്കും. അവർ വിചാരിക്കും എന്തോ ഇപ്പോൾ വന്നിട്ട് വലിയ ആളാരെ പറഞ്ഞു ഈ ട്യൂണിന്ന് കേട്ട് നോക്കാം ഇതെങ്ങനെയാണ് എന്നാ ചോദിക്കും. അവരെല്ലാം എൻ്റെ മുഖത്തേക്ക് നോക്കും, എനിക്കെന്തോ സംഗീതം നല്ലപോലെ അറിയാം, ഞാനെന്താ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് വളരെ ചമ്മലാണ്. ഞാൻ തനിയെ ചോദിച്ചാൽ വേണ്ടില്ല, ഇത് ആൾക്കാർ ഇരിക്കുമ്പോൾ ചോദിക്കാൻ ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അവരോടൊക്കെ രവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും, എന്നെ വിളിക്കും, ഞാനിങ്ങനെ നോക്കണ്ട്. അപ്പോൾ ഞാൻ പാടാൻ കേട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും, ഇവർക്ക് എനിക്ക് മടിയല്ലേ പറയാനായിട്ട്. പക്ഷേ രവേട്ടൻ പറയും എന്താ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയും എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ രവേട്ടൻ ശരിക്കും അത് ശരിയായിരിക്കും. നമുക്കറിയില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മണ്ടല്ല, നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അതൊക്കെ എന്തോ ഒരു ഭാഗ്യമാണ് സുധി, ശരിക്കും പറഞ്ഞു ഞാൻ. സുഹൃതം. ഞങ്ങളുടെ രണ്ടാമത്തെ പടത്തിലെ പാട്ട്, ഫസ്റ്റ് പടത്തിലെ പാട്ട് സിന്ദൂര് സന്ധിക്ക് മൗനം എന്നൊരു പാട്ടുണ്ട്, ചൂളയിലെ പാട്ട്. അങ്ങനെ രണ്ടാമത്തെ പാട്ട് ഇനി എൻ്റെ ഓമലിനായൊരു ഗീതം. അതൊരു സന്ദർഭമാണ് എന്ന് വെച്ചാൽ അന്നത്തെ ഞങ്ങളുടെ റൊമാൻറ്റിക് ടൈമല്ലേ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു വളരെ ഇതായിട്ടുള്ളൊരു ടച്ചിങ്. അപ്പോൾ എൻ്റെ റിംഗ് ടോണൊക്കെ അതാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ ഒരു ഇതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ രവിട്ടിങ്ങനെ എനിക്ക് പാടി കേൾപ്പിക്കും എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും രവിയേട്ടന് ശരിക്കും പാടുന്ന എന്ത് രസമാണെന്ന് അറിയാമോ. എന്ന് വെച്ചാൽ രവിയേട്ടൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വോയിസ് രവിയേട്ടന് ഭയങ്കര വെച്ചാൽ ഭാവം ഉണ്ടല്ലോ. നമുക്ക് ശരിക്കും പല പാട്ടുകളും അത് മിസ് ചെയ്തിട്ടുണ്ട്. അല്ല എന്നെപ്പറ്റി ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ രവിയേട്ടനെ പാടി കേൾക്കുന്ന ഭാവം ആര് പാടിയാലും ആ ഒരു ഇതിലേക്ക് വരില്ല. ചില പാട്ടുകളിൽ നമുക്കത് രവിയേട്ടന് തന്നെ കേൾക്കാൻ തോന്നും. എന്ന് വെച്ചാൽ അത്രത്തോളം അങ്ങനത്തെ ഒരു പാട്ടാണ് ഈ ഒരു വർഷം ഒരു മാസം നല്ല പടത്തിലെ പാട്ടാണ് രണ്ടാമത്തെ പടം രവിയേട്ടൻ്റെ ഇനി എൻ്റെ ഓമലിനായൊരു ഗീതം എന്നൊരു പാട്ടില്ലേ, ആ പാട്ട് നല്ലൊരു പാട്ടുണ്ട്. മെയ് മാസ പുലരിയിൽ പുലകാല സുന്ദര സ്വപ്നത്തിൽ പുലകാല സുന്ദര, അയ്യോ അത് ഭയങ്കര ഇഷ്ടം, എല്ലാ രസവും. അത് എക്കാലത്തെ അതിന് വല്ലാത്തൊരു മൂടുള്ള ഒരു പാട്ടായിട്ടാണ് എനിക്ക് അല്ലേ എന്തോ. തീർച്ചയായിട്ടും ആ പാട്ടിനൊരു കഥയുണ്ട്. ഈ പാട്ട് കമ്പോസിങ് വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത്. കമലും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിലെപ്പോഴും. അപ്പോൾ അന്ന് കൈതപ്പുറം എഴുതിയാണല്ലോ പാട്ട്. കൈതപ്പുറത്തിന് രവിയേട്ടൻ എന്തോ ഒരു ചെറിയൊരു മനസ്താപമുള്ള സമയമായിരുന്നത്. ആ സമയത്ത് രവിയേട്ടന് ഇദ്ദേഹം ഫോണിൽ കൂടെ ഈ പാട്ട് പറഞ്ഞു കൊടുത്ത് രവിയേട്ടൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഫോണിൽ കൂടെ ട്യൂൺ പറഞ്ഞു കൊടുക്കായിരുന്നു. ട്യൂൺ പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്താണ് വളരെ ഇതായിട്ടും ആ ഒരു ട്യൂൺ ഓക്കെ ചെയ്തു, കമല ഓക്കെ ചെയ്തു.
ഇപ്പൊ ഞാൻ ആ പഴയ മൂഡ് അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുന്നതല്ലേ നമ്മുടെ സബ്ജക്ട് ഉണ്ടാവും. ഇപ്പൊ ഏകാന്തതയിൽ നമ്മളും പാട്ട് കേൾക്കാറുണ്ട് രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളല്ലേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട്. അങ്ങനെ ഒരു ഏകാന്തതയിൽ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പലരുടെ പാട്ട് മാഷിന്റെയും കേൾക്കും. ചേച്ചിക്ക് മാഷിന്റെ പാട്ടുകളൊക്കെ നമ്മുടെ എല്ലാ കാലവും ഓടുന്ന ഓർമ്മയിൽ വരുന്ന പോലെ ശരിക്കും എന്താണ് ഒരു മാനസികാവസ്ഥ? ഇപ്പൊ ഈ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ശരിയാണ്. ശരിക്കും ആദ്യമൊക്കെ ശരി ഞാൻ മാഷിൻ്റെ പാട്ട് മാത്രമേ, അതായത് മാഷ് പോയതിന് ശേഷം മാഷിൻ്റെ പാട്ട് മാത്രം വെച്ച് കേട്ടാൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാനേ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഈ എല്ലാ പാട്ടും നമ്മൾ ബന്ധപ്പെട്ടുള്ള കാരണം നമുക്ക് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ പോകും നമ്മൾ. ഇത് ഈ കമ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നല്ലോ, ഇങ്ങനെ പാട്ട് അപ്പം ഓർമ്മ വരില്ല. അപ്പം നമ്മൾ ഉറക്കാൻ പറ്റിയില്ല. നമുക്ക് വളരെ നമ്മൾ ആ ഒരു സമയത്ത് പൊക്കളയും. അതുകൊണ്ട് പാട്ട് കേട്ട് ഇങ്ങനെ നമുക്ക് കരയാനല്ലാതെ പറ്റില്ല. പിന്നെ ഉറക്കം വരും. പിന്നീട് ഞാനത് മാറ്റി. ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ മാഷിൻ്റെ പാട്ട് കേൾക്കുന്നത് ശരിക്കും ഇതുകൊണ്ട് തന്നെ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാനല്ലേ നമ്മൾ പാട്ട് വെച്ച് കേൾക്കുന്നത്. പക്ഷെ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, മാഷിൻ്റെ പാട്ടുകൾക്ക് എല്ലാത്തിനും ഒരു ചെറിയൊരു ശോകച്ചായ അത് നമ്മളെ അത് മാഷിന് ഉള്ളത് ഒരു ഭാവമാണ് അത് പാട്ടുകളിൽ വന്നിട്ട്. ശരി, അപ്പോൾ ഏത് പാട്ടെന്ന് പറയാൻ പറ്റില്ല. ഏത് പാട്ട് കേൾക്കുമ്പോഴും നമ്മളതിനകത്ത് ബന്ധപ്പെട്ടിരിക്കും. അത് എന്തോ നമ്മളെ ഉദ്ദേശിച്ച് പാടുന്ന മാതിരിയല്ല നമ്മളുടെ ആണെന്നുള്ളൊരു ഫീലിംഗ് വരും നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ അത് ഞാൻ ചില പറയുമ്പോൾ ചേച്ചി കേൾക്കില്ല, ഞാൻ കേൾക്കാത്ത അതുകൊണ്ടല്ല ഞാൻ കേൾക്കാത്തത്. ഞാനങ്ങനെ അതിലേക്ക് പോകുന്നതുകൊണ്ട് ശരി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം, അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്ത കാരണം ഞാനിങ്ങനെ പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ പാട്ട് ഞാനിപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ശരിക്കും രാത്രിയിലൊന്നും മാഷിൻ്റെ പാട്ട് കേൾക്കാറില്ല. രവിയേട്ടൻ്റെ കഴിവിനും രവിയേട്ടൻ്റെ ചെയ്തിരിക്കുന്ന മ്യൂസിക്കിനും രവിയേട്ടന് അർഹതപ്പെട്ട അംഗീകാരം മലയാളം ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിൽ എനിക്ക് മടിയില്ല പറയാൻ. അതാണ് നമ്മുടെ ലാഭം. അതാണ്. അപ്പം രവിയേട്ടന് അവാർഡ് കൊടുക്കാത്തതിന് പലപ്പോഴും രവിയേട്ടൻ അതാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒന്നും അവാർഡ് ആവശ്യമില്ല, എനിക്ക് അവാർഡ് തരാൻ ജനങ്ങൾ ഇങ്ങനെയുണ്ട്, ഈ ജനങ്ങളുടെ നിന്ന് കിട്ടുന്ന അവാർഡാണ്. അത് ഇന്ന് നമുക്കത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഇപ്പം ഞാനിപ്പോൾ ആൾക്കാരായിട്ടൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് രവിയേട്ടൻ്റെ ആ ഒരു പോപ്പുലാരിറ്റിയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്നൊന്നും ശരിക്കും അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്ന് കേൾക്കുന്നതല്ല നമ്മളൊന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ ആത്മീയകാര്യമായിട്ട് പലയിടത്തും പോകുന്നുണ്ട്, പല രാജ്യങ്ങളും പോകാറുണ്ട്. അപ്പോൾ ഈ ആരാധകർ മാഷിനെ കാണാത്ത ഇതിൽ നമ്മളോടല്ലേ കാണിക്കുന്നത്. അപ്പോഴാണ് ഈ മാഷിനെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്ന ആൾക്കാർ, ഇതല്ലേ ഏറ്റവും വലിയ അവാർഡ്. അംഗീകാരം നമ്മളെല്ലാവരും മനസ്സിൽ കരുതുന്നുണ്ടെന്ന് ചേച്ചിയോട് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ അധ്യായത്തിൽ ചേച്ചിയായിട്ടുള്ള മുഴുവൻ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടില്ല. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗമായി മടങ്ങി വരുന്നതാണ്. അതുവരെ മാഷിൻ്റെ ഗാനങ്ങളും ഇപ്പോൾ അവശേഷിക്കുന്ന ഈ പ്രണയത്തിൽ നിന്നും തൽക്കാലം വിട ചോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. ഓർമ്മകൾ സംഗീതത്തിൻ്റെ കുളിർമഴ പോലെ ഇവിടെ പെയ്തിറങ്ങുന്നു. ആ പ്രണയകാലത്തിൻ്റെ വഴികളിൽ വീണ്ടും ഏകാകിനിയായി ഒരാൾ.